അള്ളാഹുവിന്റെ അതിവിശിഷ്ടമായ 99 നാമങ്ങൾ. ആ 99 നാമങ്ങളാണ് ഈ ദുനിയാവിലെയും പരലോകത്തിലെയൊക്കെ ഏറ്റവും വലിയ ഇസ്മുകള്, ഏറ്റവും മഹത്തായ ഇസ്മുകള്. ആ ഇസ്മുകളാണ് അള്ളാഹുവിന്റെ ആ 99 നാമങ്ങളെ കൊണ്ട് വലിയ വലിയ മഹാന്മാർ ഒരുപാട് അമലുകൾ പറഞ്ഞിട്ടുണ്ട്. ഈ അസ്മാഉൽ ഹുസ്നയിലെ ഇസ്മുകളെ കൊണ്ടൊക്കെ പ്രയോഗിക്കേണ്ട പ്രയോഗങ്ങൾ കൃത്യമായി പഠിച്ചവർക്ക്, അത് മനസ്സിലാക്കിയവർക്ക്, അതിന്റെ ഉപയോഗങ്ങൾ ശരിയാവണ്ണം ഉപയോഗിക്കാൻ അറിയുന്നവർക്ക് അത് മാത്രം മതി ഏതു വിഷയങ്ങളും പരിഹരിക്കപ്പെടാൻ. അത് നല്ല രൂപത്തിൽ കൃത്യമായി ഉപയോഗിക്കാൻ അറിയണം എന്നേ ഉള്ളൂ. അതറിയാൻ പ്രയാസങ്ങളില്ല, അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുകളില്ല. വളരെ ലളിതമായി ആർക്കും എപ്പോഴും എങ്ങനെയും മനസ്സിലാക്കാവുന്നതാണ്. അസ്മാഉൽ ഹുസ്നയുടെ റിയാള വീട്ടുക എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ഞാൻ സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്താണ് റിയാള എന്ന് പറയുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പലരും അത് കണ്ടിട്ടെങ്കിലും പലരും കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ ഒന്നും കൂടെ പറയാണ്. റിയാള എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ ഒരു ഉദാഹരണം പറയാം. അസ്മാഉൽ ഹുസ്നയുടെ റിയാള വീട്ടുക എന്ന് പറഞ്ഞാല് അസ്മാഉൽ ഹുസ്നയോടുള്ള കടപ്പാട് തീർക്കുക, പൂർത്തീകരിക്കുക എന്ന് ശരിയായ രൂപത്തിൽ, അല്ലെങ്കിൽ നമുക്ക് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിൽ ഭാഷാപരമായിട്ട് അതിനെ അങ്ങനെ പറയാം. എന്ന് വെച്ചാൽ അസ്മാഉൽ ഹുസ്നയിലെ ഓരോ ഇസ്മുകൾക്കും ഓരോ എണ്ണമുണ്ട്. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാല് അള്ളാഹ് എന്നുള്ളതിന്റെ 66. ഇങ്ങനെ ഓരോ ഇസ്മുകൾക്കും ഓരോ എണ്ണമുണ്ട്. ആ എണ്ണമനുസരിച്ച് അസ്മാഉൽ ഹുസ്നയിലെ ഓരോ ഇസ്മുകളും ചൊല്ലി തീർക്കുക എന്നുള്ളതാണ് അസ്മാഉൽ ഹുസ്നയുടെ റിയാള വീട്ടുക എന്ന് പറഞ്ഞാൽ. അത് അസ്മാഉൽ ഹുസ്നയുമായി ബന്ധപ്പെട്ട് നല്ല പരിചയമുള്ള, അതുമായിട്ടുള്ള പ്രയോഗങ്ങൾ ചെയ്യുന്ന ഒരു സയ്യിദിന്റെയോ ആലിമിന്റെയോ അടുക്കൽ പോയിട്ട് സമ്മതം ചോദിച്ച് ഇജാസത്ത് വാങ്ങി ചെയ്താൽ അത് കൂടുതൽ ഫലം ചെയ്യും. ഇനി അങ്ങനെ ഇജാസത്ത് വാങ്ങാനും സമ്മതം ചോദിക്കാനും കഴിയുന്നില്ലെങ്കിൽ പ്രയാസപ്പെടേണ്ട, നിങ്ങൾ റബ്ബിനെ തവക്കുലാക്കിയിട്ട് ചൊല്ലി തുടങ്ങിയാലും മതി. അങ്ങനെയൊക്കെ ഇജാസത്ത് വാങ്ങിക്കുമ്പോൾ അവർക്ക് അവരുടെ ഉസ്താദിൽ നിന്ന്, അവർക്ക് അവരുടെ ഉസ്താദിൽ നിന്ന്, അവർക്ക് അവരുടെ ഉസ്താദിൽ നിന്ന് അങ്ങനെ പോയി അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് എത്തും. സയ്യിദന്മാര് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് 2 രൂപത്തിലുള്ള സനദും അതിലൂടെ ഉണ്ടാകും. അപ്പൊ അങ്ങനെ ഇജാസത്തൊക്കെ വാങ്ങി ചെയ്താൽ അൽഹംദുലില്ലാ അതിന് നല്ല ഫലം ഉണ്ടാകും എന്നാണ് പറഞ്ഞതിന്റെ ആശയം. അപ്പൊ അസ്മാഉൽ ഹുസ്നയുടെ റിയാള വീട്ടുക എന്ന് പറഞ്ഞാല് യാ അല്ലാഹു യാ അല്ലാഹ് യാ റഹ്മാനു യാ അല്ലാഹ് യാ റഹീമു യാ അല്ലാഹ്. അപ്പൊ അല്ലാഹ്, റഹ്മാൻ, റഹീം, മലിക്, ഖുദ്ദൂസ്, സലാം, മുഅ്മിൻ, മുഹൈമിൻ, ഇങ്ങനെയുള്ള ഓരോ ഇസ്മുകൾക്കും ഓരോ സംഖ്യകളുണ്ട്, ഓരോ അക്ഷര മൂല്യങ്ങളുണ്ട്. ഇപ്പൊ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളതിന്റെ അക്ഷരമൂല്യം നമുക്കറിയാം 786. അതേപോലെ എന്റെ പേരിന് ഒരു അക്ഷരമൂല്യമുണ്ട്. ഇത് കേൾക്കുന്ന നിങ്ങളുടെയൊക്കെ പേരിന് ഒരു അക്ഷരമൂല്യമുണ്ട്. അത് നിങ്ങൾക്കൊന്നും കണ്ടെത്താൻ അറിയൂലേ? ഇപ്പൊ സോഷ്യൽ മീഡിയ യുഗമായതുകൊണ്ട് ഒരുപാട് അറിവുകൾ നമുക്ക് കിട്ടുമല്ലോ. അപ്പൊ ഓരോ അക്ഷരങ്ങളുടെയും അത് കണ്ടെത്താൻ പ്രയാസമില്ല. ഒരു ഉദാഹരണം പറഞ്ഞാല് നിങ്ങളുടെ പേര് ഫാത്തിമ എന്നാണെന്നുണ്ടെങ്കിൽ ഫാഇന് ഒരു വാല്യൂ ഉണ്ട്, അലിഫിനൊന്നുണ്ട്, ത്വാഇനൊന്നുണ്ട്, മീമിനൊന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഹാത്തായിനൊന്നുണ്ട്. ഇങ്ങനെ എല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു സംഖ്യ കിട്ടും. ആ സംഖ്യയാണ് ആ പേരിന്റെ അദദ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ആ ഒരു അദദ് എടുക്കുക എന്നുള്ളതാണ് പ്രാധാന്യം. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഉസ്താദ്മാരുടെ അസ്മാഉൽ ഹുസ്നയുടെ ഓരോ ഇസ്മിന്റെയും അദദുകൾ എനിക്ക് പറഞ്ഞു തരുമെന്ന് ചോദിച്ചാൽ ആരും പറഞ്ഞുതരും. ഇൻഷാ അല്ലാഹ് ഞാനത് ടൈപ്പ് ചെയ്ത് തയ്യാറാക്കാത്തതുകൊണ്ടാണ് വീഡിയോയിൽ അത് എനിക്ക് അതിന്റെ സ്ക്രീന് കൊണ്ടുവരാൻ പറ്റാത്തത്. ഇൻഷാ അല്ലാഹ് ഞാനത് ടൈപ്പ് ചെയ്ത് പൂർത്തിയായി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഇവിടെ എത്തിക്കും. അപ്പൊ നിങ്ങൾക്ക് നോക്കിയിട്ട് ചെയ്യാം. അപ്പൊ ഈ അസ്മാഉൽ ഹുസ്നയുടെ റിയാള വീട്ടുമ്പോ അത് നോമ്പുകാരായിട്ട് ആ റിയാള വീട്ടിയാൽ അത് കൂടുതൽ എഫക്ട് ചെയ്യും എന്നുള്ളതാണ്. അസ്മാഉൽ ഹുസ്നയുടെ റിയാള വീട്ടിയ ഒരാള് അസ്മാഉൽ ഹുസ്നയിലെ ഏതെങ്കിലും ഒരു ഇസ്മ കൊണ്ട് അമല് ചെയ്യാൻ തീരുമാനിച്ചു എന്ന് സങ്കല്പിക്കുക. ഇപ്പോ അവന്റെ ഇതിപ്പോ ഈ അമല് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആള് ആ ആളുടെ മകന് ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ നിൽക്കുക. അപ്പൊ ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് മകന് ഉമ്മയെ വിളിച്ചു പറഞ്ഞു, ഉമ്മ ഞാനിങ്ങനെ ഇന്റർവ്യൂവിന് പോകാൻ നിൽക്കണേ, ഒരുപാട് ആളുകളുണ്ട്, ഒരു കോമ്പറ്റീറ്റീവ് ആണത്. അപ്പൊ ഇങ്ങനെ കുറെ ആളുകൾ വരുന്നോണ്ട് കിട്ടാനുള്ള ചാൻസസ് വളരെ കുറവാണ്. ഉമ്മ ഒന്ന് ദുആ ചെയ്യണം എന്നൊരു മകന് പറയാണ്. അല്ലെങ്കിൽ ഈ മകൻ അങ്ങനെ പറഞ്ഞൊന്നുമില്ല. ഉമ്മാക്ക് ഇവിടെ നിന്നിട്ട് യാ ഫത്താഹു എന്നുള്ള ഇസ്മ കൊണ്ട് ഒരു അമല് ചെയ്യണം. അസ്മാഉൽ ഹുസ്നയിലെ വളരെ പവിത്രമേറിയ ഒരു ഇസ്മാണല്ലേ യാ ഫത്താഹ്. അപ്പൊ യാ ഫത്താഹു എന്നുള്ള ഇസ്മ കൊണ്ട് അമല് ചെയ്യണം. എന്നാൽ അമല് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ അമല് ചെയ്യുന്നത് റിയാള വീട്ടിയ ഒരാൾ അമല് ചെയ്യുമ്പോ അത് വജ്ര സമാനമായിരിക്കും.
അത് നല്ല എഫക്റ്റീവ് ആയിരിക്കും, അത് നല്ല പവർഫുൾ ആയിരിക്കും, അത് നല്ല ഫലം ചെയ്യും എന്നുള്ളതാണ്. കാരണം ഇവൻ അസ്മാഉൽ ഹുസ്നയോടുള്ള ചെറിയ രൂപത്തിലെങ്കിലുമുള്ള കടപ്പാട് വീട്ടി. അങ്ങനെ വീട്ടിയിട്ട് അള്ളാഹുവിന്റെ നാമങ്ങളല്ലേ, അപ്പൊ അതുകൊണ്ട് ചെയ്യുന്ന ആമലിന് നല്ല ഫലം ഉണ്ടാവുന്നതാണ്. ആ റിയാള പൂർത്തിയാക്കി വീട്ടിയ ആള് യാ ഫത്താഹ് കൊണ്ട് ചെയ്യുന്ന ആമല്, യാ ഫത്താഹ് കൊണ്ട് ചൊല്ലുന്ന നാക്ക്, അതൊക്കെ നല്ല പവർഫുൾ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോ റിയാള പൂർത്തിയാക്കി വീട്ടാൻ സാധിക്കുന്നവര് ഈ റമളാനിൽ തന്നെ റിയാള പൂർത്തിയാക്കി വീട്ടാം. കാരണം നോമ്പുകാരായിട്ട് റിയാള പൂർത്തിയാക്കാം. അപ്പൊ അതിന് ഓരോ ഇസ്മിന്റെ ആദതും കണ്ടെത്തിയിട്ട് ഒരു ദിവസമോ 2 ദിവസമോ 3 ദിവസമോ അതിനു വേണ്ടി മാറിയിരുന്ന് നല്ല രൂപത്തിൽ റിയാള വീട്ടാം. അപ്പൊ ഈ റിയാള വീട്ടുമ്പോഴൊക്കെ ഞാൻ പറഞ്ഞിരുന്നത് പ്രത്യേകം മനസ്സിലാക്കണം, ഇത് അസ്മാഉൽ ഹുസ്നയിലെ ഇപ്പോ ഈ പറഞ്ഞ ഈ റിയാളയുടെ രൂപം അസ്മാഉൽ ഹുസ്നയിലെ ഏറ്റവും ചെറിയ, ഏറ്റവും ലളിതമായ, ഏറ്റവും ചുരുങ്ങിയ രൂപമാണ്. യഥാർത്ഥത്തിൽ അസ്മാഉൽ ഹുസ്നയുടെ റിയാള എന്ന് പറഞ്ഞാല് അത് കൊത്തിയാലും കൊക്കിലൊതുങ്ങാത്ത അത്രമേൽ വലുതാണ്, അത്രമേൽ പ്രയാസകരമാണ്, അത്രമേൽ കാഠിന്യമേറിയതാണ്. അങ്ങനെ കഠിനമായ തപസ്സിലൂടെ നമ്മുടെ പൂർവസൂരികൾ അശ്രാന്ത പരിശ്രമം നടത്തി വിജന പ്രദേശങ്ങളിൽ പോയി, ജനവാസമില്ലാത്ത മലമുകളിലും കാടുകളിലും ഏകാന്ത പ്രദേശങ്ങളിലൊക്കെ പോയിട്ട് അവിടെ ഏകാന്തമായി ഒറ്റയ്ക്കിരുന്ന് നോമ്പുകാരായിട്ട് അവരിങ്ങനെ വ്രതമനുഷ്ഠിച്ചിരുന്ന് മാസങ്ങളോളം തപസ്സിരുന്ന് നേടിയെടുത്ത അസ്മാഉൽ ഹുസ്നയുടെ റിയാള, അതൊക്കെ നമുക്ക് നേടിയെടുക്കാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ട് തന്നെ സാധാരണ അങ്ങനെയൊക്കെ അവര് റിയാള നേടിയെടുത്തിട്ട് അവര് ആകാശത്തേക്ക് നോക്കിയിട്ട് ഒരു യാ ലത്തീഫ് പറഞ്ഞാൽ, അവര് ആകാശത്തേക്ക് നോക്കിയിട്ട് ഒരു യാ ഫത്താഹ് പറഞ്ഞാൽ, അവര് യാ മുൻതഖിം പറഞ്ഞാൽ, അവര് യാ മുജീബ് പറഞ്ഞാൽ ഞൊടിയിടയിൽ അവർക്ക് അതിന്റെ ഫലം ലഭിക്കുന്നു. അപ്പൊ നമുക്ക് ആ രൂപത്തിലുള്ള റിയാളകളൊക്കെ പൂർത്തിയാക്കി വീട്ടാൻ കഴിയാത്ത സാധാരണക്കാർക്ക് ഞൊടിയിടയിൽ പൂർത്തീകരിച്ച് വീട്ടാൻ പറ്റുന്ന നല്ലൊരു അമലാണ്, നല്ലൊരു റിയാളയാണ് ഈ പറയുന്ന റിയാള. അഥവാ അസ്മാഉൽ ഹുസ്നയിലെ 99 നാമങ്ങൾ എടുക്കുക. അല്ലാഹ്, റഹ്മാൻ, റഹീം, മലിക്, ഖുദ്ദൂസ്, സലാം, മുഅ്മിൻ, ഇങ്ങനെ ഓരോ നാമത്തിന്റെയും ശരിക്കും മനസ്സിലാക്കിക്കോ, ഓരോ ഇസ്മിന്റെയും നേർക്ക് അതിന്റെ എണ്ണം എഴുതി വെക്കുക, അതിന്റെ സംഖ്യ. ഓരോന്നിനും ഓരോ സംഖ്യ, 290, 320, 240 ഇങ്ങനെയൊക്കെ പറഞ്ഞ ഒരു സംഖ്യകളുണ്ട്. എന്നിട്ട് അത് വുളുവോടുകൂടെ ഖിബലയിലേക്ക് മുന്നിട്ടിരുന്ന് ശുദ്ധിയോടുകൂടെ, ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതെങ്ങനെ ചെയ്യേണ്ടതല്ലേ, ആ രൂപത്തിൽ അത് പൂർത്തീകരിച്ച് വീട്ടുക. അങ്ങനെ പൂർത്തീകരിച്ച് വീട്ടിയാൽ റിയാള പൂർത്തിയായി വീട്ടി. ഇനി ആ റിയാള കൊണ്ടു നടക്കുക എന്നുള്ളതാണ്. കൊണ്ടു നടക്കൽ നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രയാസമില്ല. ഒരു ദിവസം ചുരുങ്ങിയത് ഒരു തവണയെങ്കിലും ഓരോ ഇസ്മുകളും പറഞ്ഞാൽ മതി. എങ്ങനെ റിയാള പൂർത്തിയാക്കി വീട്ടിയാൽ അത് കൊണ്ടു നടക്കൽ എങ്ങനെ? ഒരു ദിവസം ചുരുങ്ങിയത് ഒരു തവണയെങ്കിലും അസ്മാഉൽ ഹുസ്നയിലെ ഓരോ ഇസ്മുകളും പറഞ്ഞാൽ മതി. അപ്പൊ കൊണ്ടു നടക്കാൻ എളുപ്പമാണ്. കാരണം ഒരൊറ്റ തവണ അസ്മാഉൽ ഹുസ്ന മുഴുവനായിട്ട് ഒരു ദിവസം പാരായണം ചെയ്താൽ മതി. അത് സുബ്ഹിക്കോ അത് വൈകുന്നേരോ ഏത് സമയത്തോ ചെയ്യാം. അപ്പൊ ഇതിനൊക്കെ ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു ആലിമിന്റെ അടുക്കലിൽ നിന്നോ സയ്യിദിന്റെ അടുക്കലിൽ നിന്നോ നല്ലൊരു ഇജാസത്ത് വാങ്ങിയിട്ട് ചെയ്താൽ, അങ്ങനെ ആ ഒരു സനദിലൂടെ അങ്ങനെ പോയാല് നല്ല ഫലം ഉണ്ടാകും. അപ്പൊ ഇത് ചെയ്യാൻ പറ്റുന്ന ആളുകളൊക്കെ ഈ നോമ്പിനെ തന്നെ അത് ചെയ്ത് പൂർത്തീകരിച്ചു വിട്ടെ. ഇനി ഇതിൽ സംശയം ഉണ്ടാവും തോന്നുന്നില്ല. കൊണ്ടു നടക്കാൻ പ്രയാസമില്ല എന്ന് മനസ്സിലായില്ലേ? ഒരുപാട് ആളുകൾക്ക് അസ്മാഉൽ ഹുസ്നയുടെ റിയാള വീട്ടാൻ ആഗ്രഹമുണ്ട്. കാരണം എത്ര ആളുകൾ മെസ്സേജ് അയക്കുന്നുണ്ട് അതിന്റെ വിവരങ്ങളൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ ഈ ഒരു അറിവ് കേൾക്കുമ്പോഴേക്ക് അത് ചെയ്യാനും അത് പഠിക്കാനും അത് പൂർത്തീകരിച്ച് വീട്ടാനുള്ള ആ ഒരു ടെൻഡൻസി, ആ ഒരു പ്രവണത, അത് നല്ല ശ്ലാഘനീയമായ ഒരു പ്രവണതയാണ്. അങ്ങനെ തന്നെയാണ് വേണ്ടത്. നന്മകൾ പറയുമ്പോൾ, നന്മകൾ ചെയ്യാൻ പ്രചോദിപ്പിക്കുമ്പോൾ അതിലേക്ക് മുന്നിട്ട് വരിക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. നമ്മൾ ഈ ആധുനിക കാലഘട്ടത്തില് സോഷ്യൽ മീഡിയ അങ്ങേയറ്റം ഉയർന്ന ഈ ഘട്ടത്തില് ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴും നമുക്ക് ആ തഖ്വയും ആ ഇബാദത്തിനോടുള്ള പ്രതിബദ്ധതയും ആ ആത്മാർത്ഥതയൊക്കെ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഇത് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. അപ്പോ എത്രയോ പ്രവാസി സഹോദരങ്ങൾ, ഉസ്താദ് ഞാൻ റിയാള പൂർത്തിയാക്കി വീട്ടുന്നുണ്ടെന്ന് പറഞ്ഞ് ജിദ്ദയിൽ നിന്ന്, ബഹ്റൈനിൽ നിന്ന്, അജ്മാനിൽ നിന്ന്, ഷാർജയിൽ നിന്ന് എത്ര ആളുകൾ എന്നറിയോ? അവരൊന്നും സാധാരണക്കാരല്ല, നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളൊക്കെ അതിലുണ്ട്. അള്ളാഹു അവർക്കൊക്കെ വലിയ വിജയം നൽകട്ടെ. അവരത് കേട്ടപ്പോ അത് ചെയ്യാനുള്ള ആ ഒരു മനസ്സ്,
അള്ളാഹു അവരുടെ മനസ്സൊക്കെ അള്ളാഹുവിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലും ഒക്കെ ആക്കിയിട്ട് അവരുടെ പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹുവിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലും ഒക്കെ ആക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇത് വളരെ എളുപ്പമാണ്. ഈ റിയാദ് പൂർത്തിയാക്കി വീട്ടിയാൽ അത് കൊണ്ടു നടക്കൽ വളരെ എളുപ്പമാണെന്ന് മനസ്സിലായില്ലേ? അപ്പൊ പൂർത്തിയാക്കി വിട്ട നല്ല ചിന്തയോടുകൂടെ ഇറങ്ങാം. ഇപ്പൊ ഞാൻ ആ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളതിന്റെ വീഡിയോ എത്ര മാസം മുമ്പ് ചെയ്ത വീഡിയോ ആണ്. ഇന്നും എനിക്ക് അതുമായി ബന്ധപ്പെട്ട് ഫോൺ കോളുകൾ വന്നിട്ടുണ്ട്. ഉസ്താദേ, ഞാൻ ആ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് 12,000 തവണ ചൊല്ലിയിട്ട് എനിക്ക് കിട്ടിയ നേട്ടങ്ങൾ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ വരുന്ന കമന്റുകളൊക്കെ ഒന്ന് വായിച്ചു നോക്കൂ. എത്ര ആളുകളാണെന്നറിയാം അനുഭവങ്ങൾ എഴുതുന്നത്. അതാ വിശ്വാസത്തോടുകൂടെ ചെയ്താൽ മതി. വിശ്വാസത്തോടുകൂടെ നല്ല മനസ്സോടുകൂടെ ചെയ്തു നോക്കൂ, അതിന് നല്ല ഫലം ലഭിക്കും എന്നുള്ളതാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.